ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വെയിറ്റ് ലോസിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയ്ക്കകത്ത് നോർമലി ഞാൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് മുരിങ്ങയില ആഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് സവാളയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്തിരി തിക്കായിട്ടാണ് ഇങ്ങനെ ഇരിക്കുക, അധികം നല്ല നൈസ് ദോശയായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എണ്ണമൊന്നും കഴിക്കേണ്ട, ഒരെണ്ണം കഴിച്ചാൽ മതി. പിന്നെ സവാള ഉള്ളതുകൊണ്ട് ഇതിൽ കുറച്ചൊരു എരിവ് പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു കറിയൊന്നും കഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല. ഇനി കുറച്ചും കൂടി ഒരു എരിവ് വേണം എന്നുള്ളവർക്ക് ചെറിയ പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ കറി ആഡ് ചെയ്യണം എന്നുള്ളത് യാതൊരു നിർബന്ധമില്ല. ഞാൻ നോർമലി കറി ഇല്ലാതെയാണ് കൂടുതലും കഴിക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കറി എക്സ്ട്രാ ഉണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ആ കറി തീരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഗ്രീൻ പീസ് കറി എടുത്തിട്ടുണ്ട്. ഇത് കറി കഴിയാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഗ്രീൻ പീസായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കറി കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എണ്ണ ഒന്ന് കൺട്രോൾ ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കഴിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ 1-2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ മറന്നതല്ല, ഞാൻ ഡെയിലി അത് തന്നെയാണ് കഴിക്കണത്, ഓട്സ് തന്നെയാണ് കഴിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും രാവിലെയും രാത്രി ഓട്സ് തന്നെയാണ് കഴിക്കണത്. അതുകൊണ്ടാണ് അത് ഡെയിലി ആ വീഡിയോസായിട്ട് ഇടാത്തത് കേട്ടോ. വേറെ എന്തെങ്കിലും പരീക്ഷിക്കുമ്പോഴാണല്ലോ കൂടുതലും വേണ്ടത്. അപ്പോൾ ഞാനങ്ങനെ കൂടുതലായിട്ടുള്ള പരീക്ഷണങ്ങളൊന്നും നടത്തുന്നില്ല. മെയിൻലി ഈ ഗോതമ്പ് ദോശയും കൂടുതൽ അതിൽ മുരിങ്ങയിലാണ് യൂസ് ചെയ്യുന്നത്. മുരിങ്ങയിലും സവാളയിട്ട് ഗോതമ്പ് ദോശയാണ് കഴിക്കുക. പിന്നെ ഓട്സ് കഴിക്കും. ഓട്സിൽ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കൂടുതൽ റോബസ്റ്റ് പഴം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ജനുവരി ലാസ്റ്റ് വീക്ക് തൊട്ടാണ് ജിമ്മിൽ പോയി തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയപ്പോൾ 2 ദിവസം മുമ്പ് പോയപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 2 കിലോ കുറഞ്ഞതായിട്ട് കണ്ടു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇന്ന് പോയിട്ട് ഒന്നും കൂടി നോക്കണം കേട്ടോ, എന്നിട്ട് ഞാൻ ഒന്നും കൂടി പറയാം. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്കും ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും കഴിക്കുക, അതല്ലെങ്കിൽ ഓട്സ് കഴിക്കും. അപ്പോഴത്തെ ഒരു മൂഡ് പോലെ ഇത് രണ്ടും മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കും. ഓക്കെ.